CPM ജില്ലാ സമ്മേളനങ്ങളിൽ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി പി രാജീവിനെ വിമർശിച്ച് പ്രതിനിധികൾ ഇങ്ങനെ വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും സംസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും. ആഭ്യന്തര വകുപ്പിനെയും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശിച്ചു. വ്യവസായ മന്ത്രി ജില്ലയിലെ തൊഴിൽ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്നില്ല എന്നാണ് വിമർശനം. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ BJPയുടെ കയ്യിലായി എന്നാണ് ഒരു വിഭാഗം സമ്മേളനത്തിൽ ആരോപിച്ചത്. പാർട്ടിക്കാർക്ക് പോലീസിനെ മർദ്ദനമേൽക്കേണ്ട സാഹചര്യമാണുള്ളത്. പോലീസ് പാർട്ടിക്കാരുടെ പരാതികൾ കേൾക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, അടിമുടി വിമർശനമാണ്. അതിന് മുമ്പ് ഒരു വരി ചേർത്തോട്ടെ. അതായത് ഈ പുതിയ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഏറ്റവും ഉയർത്തിക്കാട്ടപ്പെട്ട രണ്ട് മന്ത്രിമാർ, ഒന്ന് KN ബാലഗോപാലും ഒന്ന് മന്ത്രി പി രാജീവുമാണ്. പക്ഷേ രണ്ടുപേരും അപ്പാടെ പാളിപ്പോയവരാണ്. അതായത് CPMന്റെ ഭാവി എന്ന് വിരൽ ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും പരാജയമെന്ന് പാർട്ടി തന്നെ പറയുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ പി രാജീവിനെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നത്. സുധീഷ്, അപ്പോൾ ആകെ അടിമുടി എന്തൊക്കെ വിമർശനങ്ങൾ. അതിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പാർട്ടിക്കാരുടെ പരാതി കേൾക്കുന്നില്ല, അങ്ങനെ പാർട്ടിക്കാരുടെ പരാതിയൊക്കെ പ്രത്യേകം കേൾക്കേണ്ടതുണ്ടോ? അതൊക്കെ ഒരു അതുകൂടി കോൺഗ്രസ്സുകാരും ഇതേ പരാതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുധീഷ്, വീണ, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ആഭ്യന്തര മന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ നിന്നോ ഇല്ലെ പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ പോലീസ് സ്റ്റേഷനുകളെ സമീപിച്ചാൽ കൃത്യമായ ഒരു സമീപനമല്ല പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോൾ കൂത്താട്ടുകുളം വിഷയം എടുത്തു തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അവിടെ CPM ഉന്നയിച്ച കാര്യങ്ങൾക്ക് വില നൽകാതെ കോൺഗ്രസും മറ്റു പാർട്ടിക്കാരും പറയുന്നതിനാണ് പോലീസ് വില നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു പരാതിയുമായി ചെന്നാൽ പോലും പരിഗണിക്കപ്പെടുന്നില്ല. CPM പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന സംഭവം ഉണ്ടാകുന്നു. സാധാരണ ഒരു പ്രതിഷേധത്തിൽ പോലും ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് മർദ്ദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ രീതിയിൽ മറ്റു ചിലരുടെ ഇംഗിതത്തിന് വഴങ്ങിയാണ് കേരളത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നത്. അത്തരം അനുഭവം എറണാകുളം ജില്ലയിൽ വ്യാപകമായി ഉണ്ടാകുന്നു എന്നതാണ് സമ്മേളനത്തിൽ വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെയാണ് പി രാജീവിനെതിരെ, അത് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, പരമ്പരാഗത വ്യവസായങ്ങളെയും തൊഴിൽ മേഖലയും സംരക്ഷിക്കുന്നതിന് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളി പ്രശ്നങ്ങളിൽ പോലും ഇടപെടാൻ സമയമില്ലാത്ത രീതിയിലാണ് പി രാജീവിൻ്റെ ഇടപെടലുകൾ. അത് ഒരിക്കലും പാർട്ടിക്ക് ഗുണമില്ല. പാർട്ടിയെ ഇവിടെ കൂടുതൽ വളർത്തേണ്ട ചുമതല കൂടിയുള്ള മന്ത്രിയാണ് പി രാജീവ്. ആ രീതിയിൽ പി രാജീവ് നിർവഹിക്കേണ്ട ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ വനം മന്ത്രിക്ക് ഒപ്പിടാൻ മാത്രം ഇത്രയും കഴിവുകെട്ട ഒരു മന്ത്രിയുണ്ടോ എന്നും ഒരു പ്രതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ രീതി ഇതേ സമയത്ത് തന്നെ കൂത്താട്ടുകുളത്ത് CPM സ്വീകരിച്ച നിലപാടുകളെ, നടപടികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനമാണ് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളും ഉന്നയിച്ചത്. ഇത്തരത്തിൽ പാർട്ടിയെ തഴഞ്ഞു പോകുന്നില്ല, ചതിച്ചു പോകുന്നവരോട് ഒരു മൃദു സമീപനത്തിൻ്റെ ആവശ്യമില്ല. അതായത് അക്രമത്തെ ശരിവെക്കുന്ന സമീപനം പ്രതിനിധികളിൽ നിന്നും ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ രീതിയിലെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിനും പി രാജീവിനും അടക്കം മറ്റ് ഘടകകക്ഷി വകുപ്പുകൾ, കൃഷി വകുപ്പിനടക്കം വിമർശനമുണ്ടായിരുന്നു.